ഏഷ്യാകപ്പിലെ ആദ്യ മത്സരത്തിൽ യുഎഇക്കെതിരായ മികച്ച വിജയത്തോടു കൂടി ടീം ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടാനായി ഇറങ്ങുകയാണ്. ടൂർണമെന്റിൽ ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അഭിമാന പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ചില മാറ്റങ്ങളും പറയുന്നുണ്ട്. യുഎഇക്കെതിരെ 3 സ്പിന്നർമാരെ പ്ലേയിങ് ഇലവനിൽ കളിപ്പിച്ച ഇന്ത്യ ജസ്പ്രീത് ബുംറയെ മാത്രമായിരുന്നു സ്പെഷ്യലിസ്റ്റ് പേസറായി കളിപ്പിച്ചത്. പാകിസ്ഥാനെതിരെയും 3 സ്പിന്നർമാരെ ടീം ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുമോ എന്ന് തന്നെയാണ് പ്രധാന ചോദ്യമായി എത്തുന്നത്. ഓപ്പണിംഗിൽ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും തുടരുമ്പോൾ മലയാളി താരം സഞ്ജു സാംസണ് ബാറ്റിംഗ് ഓർഡറിൽ മാറ്റമുണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. വിക്കറ്റ് കീപ്പർ ഫിനിഷർ റോളിൽ നിന്ന് മാറി ബാറ്റിംഗ് ഓർഡറിൽ 3-ാം നമ്പറിലേക്കായിരിക്കും സഞ്ജു എത്തുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. IPL-ൽ 3-ാം നമ്പറിൽ 100-ലധികം മത്സരങ്ങൾ കളിച്ചതിന്റെ പരിചയസമ്പത്ത് സഞ്ജു സാംസണുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിനായി ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ ഓപ്പണിംഗിലെ വിക്കറ്റ് നഷ്ടമായാൽ തീർച്ചയായിട്ടും 1 ഡൗണിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ബാറ്റിംഗ് ലൈനപ്പിൽ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നിവർ പ്ലേയിങ് ഇലവനിൽ തുടരും. യുഎഇക്കെതിരെ 4 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ് നേടി ശിവം ദുബെ പാകിസ്ഥാനെതിരായ മത്സരത്തിനായി ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ഇലവനിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയത്തിൽ തന്നെയാണ്. ദുബെയ്ക്ക് പകരം മറ്റൊരു സ്പെഷ്യലിസ്റ്റ് പേസറെ ടീം ഇന്ത്യ ഉൾപ്പെടുത്താനായി തീരുമാനിച്ചാൽ അർഷ്ദീപ് സിംഗ് ആയിരിക്കും പ്ലേയിങ് ഇലവനിലേക്ക് എത്തുന്നത്. ശിവം ദുബെയെ നിലനിർത്തി അക്സർ പട്ടേലിന് പകരം അർഷ്ദീപ് സിംഗിനെ കളിപ്പിക്കാനുള്ള സാധ്യതയും പ്ലേയിങ് ഇലവൻ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ജസ്പ്രീത് ബുംറ പേസ് നിരയിൽ തുടരുമ്പോൾ സ്പിന്നർമാരെ ഉപയോഗിച്ച് കളി ജയിക്കാൻ തന്നെയായിരിക്കും ടീം ഇന്ത്യയുടെ ലക്ഷ്യം. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യ മത്സരം ജയിച്ച ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ നിന്നും ഈ ഒരു മാറ്റമാണ് പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുന്നോടിയായി പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ 1 ഡൗൺ പൊസിഷനാണോ അതോ വിക്കറ്റ് കീപ്പർ ഫിനിഷർ റോളാണോ സഞ്ജു സാംസനെ സംബന്ധിച്ച് കൂടുതൽ ബാറ്റിംഗിന് അനുയോജ്യമായത്? അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.